കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു വിദ്യാവാഹൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ സുരക്ഷാ മിത്രത്തിലേക്ക് അയക്കുന്ന മെയിലിന് അവർ പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്രൂവ്ഡ് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അൺടാഗ്ഡ്, നോട്ട് ടാഗ്ഡ്, റിജക്റ്റഡ്, എക്സ്പയർഡ് എന്നിവ ഒഴികെ ബാക്കിയെല്ലാം ചെയ്തു തരുന്നുണ്ട്. സുരക്ഷാ മിത്രത്തിലേക്ക് മെയിൽ അയക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ലെറ്റർ ഹെഡിൽ കണ്ടൻറ്റ് ഉൾപ്പെടുത്തി ഏത് ഫോൺ നമ്പറിലേക്കാണ് യൂസർ ക്രെഡൻഷ്യൽ വേണ്ടത് അത് കാണിച്ച് എത്ര വാഹനങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റും കാണിച്ച് സീലും സൈൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. സെയിം ടെക്സ്റ്റ് കവർ പേജിൽ കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ രീതിയിൽ ഇടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്ടിവേഷൻ ചെയ്ത് തിരിച്ചയക്കും. തിരിച്ചയച്ച സമയത്ത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഫോൺ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ ഐ ഡി. അതിന് ശേഷം അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്യാപ്ച കറക്റ്റായിരിക്കണം, 93185. ദെൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററാണ് രക്ഷിതാക്കളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുള്ള പാനലാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. അത് കഴിഞ്ഞ് ഓരോ രക്ഷിതാവിൻ്റെ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ആ രക്ഷിതാവിന് വിദ്യാവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വിദ്യാവാഹൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഒരു കോഡ് OTP ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ കോഡ് നിങ്ങൾ കൊടുക്കുന്ന മുറയ്ക്ക് 7882 കൊടുത്താൽ നിങ്ങൾക്ക് രക്ഷിതാവിൻ്റെ യൂസർ ഐ ഡി വാഹനം ട്രാക്ക് ചെയ്യാനും കഴിയും. പ്രത്യേകിച്ച് ഓവർ സ്പീഡോ കുട്ടികളുടെ സീറ്റ് ഓഫ് സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നും കാണിക്കുന്നില്ല. സോ അതിനെക്കുറിച്ചൊന്നും ആശങ്ക വേണ്ട. താങ്ക് യു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഫോൺ നമ്പറായിട്ടുള്ള 7559 000 005 വിളിക്കാം. താങ്ക് യു സോ മച്ച്.